വ്യാജ പീഡന പരാതിക്ക് മറുപടി നൽകി ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ. തൻ്റെ മടിയിൽ കനമില്ലെന്നും മാധ്യമങ്ങളെ കാണാൻ ഭയമില്ലെന്നും പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ തെളിവുകളുമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ എത്തിയത്. 2010 ഇതര മതസ്ഥനെ വിവാഹം ചെയ്ത വ്യക്തിയാണ് പരാതിക്കാരി. കോടതി തള്ളിക്കളഞ്ഞ കേസാണിതെന്നും നിരന്തരം വ്യാജ വാർത്തകൾ നൽകുന്ന മീഡിയ വണ്ണിനെതിരെ കോടതിയലക്ഷ്യത്തിന് കേസ് നൽകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് സന്ദീപ് വാര്യരൊക്കെ എന്തോ പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കുന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ എന്തോ ഒരു ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകണമെന്നാണ് വിചാരിച്ചു. ഇതൊക്കെ 2015 20 പൊട്ടിച്ച് പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണ്. പ്രതിപക്ഷ നേതാവിന് ഈ വ്യക്തിയെക്കുറിച്ച് അറിയില്ല തോന്നുന്നു. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് വലിയൊരു അബദ്ധത്തിൻ്റെ കുഴിയിൽ വീണത്. 2014 ഭാര്യയുടെ പിതാവ് ഡയാലിസിന് കോയമ്പത്തൂരിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അച്ഛൻ്റെ വീട്ടിൽ വരുന്നു. അവിടെ അലമാരകൾ പരിശോധിക്കുന്നു. അച്ഛൻ മൂത്ത മകളായിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് എഴുതി വെച്ച വില്ല് കാണുന്നു. ആ വില്ല് കണ്ട് ശക്തമായിട്ട് ആ വില്ല് കണ്ടതുടനെ അക്രമാസക്തിയായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞ് അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വരുന്ന സമയത്ത് അച്ഛനെ ആക്രമിക്കുന്നു. ഹോസ്പിറ്റലിൽ പോയി രാത്രി അഡ്മിറ്റ് ചെയ്യുന്നു. പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പറഞ്ഞുള്ള കള്ളപ്പരാതി കൂടി അതിനോട് കൊടുക്കുന്നു. അരുൺ ആലത്തൂർ പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. അരുണ്, എണ്ണം പറഞ്ഞുള്ള മറുപടി അല്ലേ? നിഖിൽ, തീർച്ചയായിട്ടും 2014 15 അതുപോലെ 25 ഒക്കെ ഉന്നയിക്കുന്ന ഒരേ നനഞ്ഞ പടക്കം, ആ നനഞ്ഞ പടക്കത്തെ വീണ്ടും വീണ്ടും ഇട്ട് പൊട്ടിക്കാൻ വി ഡി സതീശനും അതുപോലെ സന്ദീപ് വാര്യരൊക്കെ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സി കൃഷ്ണകുമാർ പറഞ്ഞു വെക്കുന്നത്. പ്രധാനമായിട്ടും ഈ പരാതി ഉണ്ടാകുന്നത് 2010 ഈ സി കൃഷ്ണകുമാറിൻ്റെ ബന്ധുവായ ഒരു യുവതി ഒരു ഇതര മതസ്ഥനെ വിവാഹം കഴിക്കുന്നത്. അതിനുശേഷം ഇവർ വീട്ടിൽ നിന്നും പുറത്താവുകയായിരുന്നു, വീട്ടിലേക്ക് വരുന്നില്ല. പിന്നീട് 2014 ഇവർ വീട്ടിലേക്ക് ഭാര്യ പിതാവിൻ്റെ അസുഖത്തെ തുടർന്ന് എത്തുന്നത്. ആ സമയത്ത് സി കൃഷ്ണകുമാറിൻ്റെ ഭാര്യയുടെ പേരിൽ ഭാര്യ പിതാവ് സ്വത്തും മറ്റുമൊക്കെ എഴുതി വെച്ചിരുന്നു. അതോടുകൂടെ തന്നെ അന്ന് ഇതുമായി ബന്ധപ്പെട്ട് 2023 ഓഗസ്റ്റ് 16 ഈ കേസ് ആദ്യം ഒരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടൊരു കേസാണ് ഇതിൽ ഉന്നയിക്കുന്നത്. ആ കേസ് 2013 നൽകിയ കേസ്, അതിന് 2023 ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി വിധി വരുന്നു. അതേസമയം തന്നെ 2014 മറ്റൊരു ലൈംഗിക പീഡനമൊക്കെ ഉൾപ്പെടെ ഈ സ്വത്ത് തർക്ക കേസിന് കുറച്ചുകൂടെ ബലം ലഭിക്കുന്നതിന് വേണ്ടി മറ്റൊരു പരാതിയായിട്ട് ഇവർ നൽകുന്നത്. രണ്ട് കാര്യങ്ങളാണ്. സ്വത്ത് തർക്കം പറയുന്നുണ്ട്, ആ പരാതിയുടെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പകർപ്പിൽ കൃത്യമായിട്ട് തന്നെ ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ചേർത്തുകൊണ്ട് മർദ്ദിച്ചു എന്നും ലൈംഗികമായി പീഡിപ്പിച്ചു എന്നൊക്കെ തരത്തിലാണ് പിന്നീട് ഇതിനെ അവർ പരാതിയായിട്ട് അതിനൊരു ബലം കിട്ടുന്നതിന് വേണ്ടി നൽകുന്നത്. അന്ന് കോടതി അതിനെ നിരീക്ഷിച്ച് അതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പാലക്കാട് നോർത്ത് പോലീസിനോട് പറയുന്നു. പാലക്കാട് നോർത്ത് പോലീസ് തന്നെ ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുന്നുണ്ട്. അതിനുശേഷം 2024 ജൂലൈ 24 ഇതിൻ്റെ വിധി വരുന്നു. പാലക്കാട്ടെ കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിധി വരുന്നു. ആ വിധിയിൽ തന്നെ കൃത്യമായി പറയുന്നു ഇതിൽ യാതൊരു കഴമ്പുമില്ല എന്ന് കോടതി തന്നെ വിധിച്ചിരിക്കുന്ന ഒരു കേസ്. അതിനെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് ആകെ പ്രതിരോധത്തിലാണ്. രാഹുലാണെങ്കിൽ ഇന്നേക്കിപ്പോൾ 8ാമത്തെ ദിവസമാണ് അടൂരിലെ വീട്ടിൽ തന്നെ തുടരുന്നത്. പാലക്കാട്ടേക്ക് കാലുകുത്താൻ പോലും തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി എന്ന തരത്തിൽ ഈ ഒരു വിഷയത്തെ വീണ്ടും പൊക്കിക്കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയായിരുന്നു. ഇതിനുവേണ്ടി ശ്രമിച്ചത് ബി.ജെ.പി. പ്രധാനമായിട്ടും ആരോപിക്കുന്ന മീഡിയ വൺ എന്ന ചാനലാണ് ഇതിനെ വലിയ രീതിയിൽ വാർത്തയാക്കി നൽകിയത്. അത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് ഈ പ്രവർത്തികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നിൽ സന്ദീപ് വാര്യർ ഉൾപ്പെടെ കൃത്യമായ പ്ലാനിങ്ങുകൾ നടത്തിക്കൊണ്ട് ചെയ്തതാണ്. ഏതായാലും ഇത് ഏശാൻ പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി കൃഷ്ണകുമാർ പറയുന്നത്. മാത്രമല്ല ഇതേ സംഭവം തന്നെ നമ്മൾ ജനം ടി വി ഇതിനു മുമ്പ് നിരവധി തവണ റിപ്പോർട്ട് ചെയ്ത വിഷയം തന്നെയാണ്. കാരണം ഈ ഓരോ തെരഞ്ഞെടുപ്പിലും സി കൃഷ്ണകുമാർ മത്സരിക്കുന്ന സമയത്ത് ഇതേ പരാതിയുമായിട്ട് ഇതേ ആളുകൾ എത്താറുണ്ട്. അതിൽ തന്നെ ഈ പരാതിക്കാരിയായിട്ടുള്ള വ്യക്തി സി കൃഷ്ണകുമാറിനെതിരെ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ സി കൃഷ്ണകുമാറിൻ്റെ ഭാര്യ മത്സരിക്കുന്ന സമയത്ത് ഭാര്യയ്ക്കെതിരെയും ഈ പരാതിക്കാരിയുടെ അമ്മ
നോമിനേഷൻ കൊടുത്ത് മത്സരിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് ഗോതിയിലേക്ക് പോലും ഇറങ്ങുന്ന ഒരു സ്ഥിതി മുമ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു സ്വത്ത് തർക്കം, ആ സ്വത്ത് തർക്കം കുടുംബപരമായിട്ടുള്ള പ്രശ്നം, ആ പ്രശ്നത്തിൽ ഒരു ബലം കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമം, അതിൻ്റെ കൃത്യമായി പോലീസും കോടതിയും വരെ അന്വേഷിച്ച് കോടതിയിൽ വരെ അത് നിൽക്കാതെ തള്ളിപ്പോയ ഒരു സംഭവം. ആ സംഭവത്തെയാണ് ഇപ്പോൾ ഏതായാലും വലിയ രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു എന്തോ വലിയൊരു ബോംബാണെന്ന രീതിയിൽ കോൺഗ്രസും ഒരു വിഭാഗം മാധ്യമങ്ങളും അവതരിപ്പിച്ചത്. ഏതായാലും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായ C. കൃഷ്ണകുമാറും അതുപോലെ തന്നെ ജില്ലാധ്യക്ഷനായ പ്രശാന്ത് ശിവനും ഒക്കെ വാർത്താ സമ്മേളനത്തിൽ ഇതിൻ്റെ കൃത്യമായ ഓരോ തെളിവും കാണിച്ചതോടുകൂടെ തന്നെ ഇതിൽ ഇനി ഒരു ന്യായീകരണവും പറയാൻ കഴിയാത്ത തരത്തിലേക്ക് കോൺഗ്രസും അതുപോലെ തന്നെ മാധ്യമങ്ങളും പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഒരു നനഞ്ഞ ബോംബിനെ വെറുതെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശരി അരുൺ, വ്യാജ പീഡന പരാതിക്ക് മറുപടി നൽകി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാർ. തൻ്റെ മടിയിൽ കനമില്ലെന്നും അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ കാണാൻ ഭയമില്ലെന്നും അദ്ദേഹം തെളിവുകൾ നിരത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിലെത്തി പറഞ്ഞു. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ.